പണ്ടത്തെ മുത്തശ്ശിമാരുണ്ടാക്കിയിരുന്ന ഒരു നാടൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഇത് നമുക്ക് ചോറിന്റെയോ ചപ്പാത്തിന്റെയോ അല്ലെങ്കിൽ അരിപ്പത്തിന്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് പരിപ്പ് എടുത്തിട്ട് അത് നമുക്ക് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയും പിന്നെ ഒരു 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ ഈ ഒരു പരിപ്പിന് ഒരു 3 വിസിൽ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. അപ്പം ഇത് ചൂടായിട്ട് വന്നാൽ 3-4 ഗ്രാമ്പും 2 കഷ്ണം പട്ടയും പിന്നെ 1 ടീസ്പൂണ് കുരുമുളകും 1 ടീസ്പൂണ് പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ മറ്റോ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തേങ്ങൻ്റെ കളറെല്ലാം മാറി വന്നാൽ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണ് തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് കുറച്ചെല്ലാം മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് 1 മിനിറ്റോളം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ സമയത്ത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ഈ സമയത്താണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിൻ്റെ മിക്സ് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ സമയം വരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 3 മുട്ട എടുക്കാം. 3 മുട്ട ഞാനിതാ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് മാത്രം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നില്ലേ അതേപോലെ കുറച്ച് തിന്നായിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ചുറ്റിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതൊന്ന് സെറ്റായിട്ട് വരുമ്പം തന്നെ നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. ഫുള്ളായിട്ട് കുക്കാവാൻ നിൽക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരുമ്പം തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങണം. എന്നാലേ ഇതിങ്ങനെ ഒട്ടി നിൽക്കുള്ളൂ. ഇത് ചുരുട്ടിയതിന് ശേഷം ഒന്നിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കുന്നുണ്ട്. മുട്ട മൊത്തം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു കറിയിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. പണ്ടത്തെ അമ്മമാര് കുടുംബത്തിലെ എല്ലാവർക്കും കറി എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് കേട്ടോ ഇത്. അപ്പം ഇതുപോലെ നമ്മൾ മുട്ട കട്ട് ചെയ്തിട്ടാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഒരേപോലെ പീസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ. നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ പത്തിലിനോ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.